ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് എന്താണ് ജിഞ്ച ടെംപ്ലേറ്റ്? എന്തിനാണ് നമ്മൾ ജിഞ്ച ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നത്? ജിഞ്ച ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റിംഗ് എഞ്ചിനെയാണ്. അത് നമുക്ക് പൈത്തന്റെ ഫ്രെയിംവർക്ക് ആയിട്ടുള്ള ജാങ്കോയിലും ഫ്ലാസ്കിലും ഉപയോഗിക്കുന്ന ഒരു HTML ടെംപ്ലേറ്റ് എഞ്ചിൻ ആണ്. അതായത് പൈത്തണിൽ നിന്നുള്ള ഡാറ്റയാണ് നമുക്ക് HTML ഡൈനാമിക് ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് നമുക്ക് പാസ് ചെയ്ത് പറ്റും നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിഞ്ച ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് HTML നമുക്ക് പൈത്തണിന്റെ ഫോർ ലൂപ്പ് ആയിട്ടും അതേപോലെ വേരിയബിൾ ആയിട്ടും കണ്ടീഷനുമായിട്ടും നമുക്ക് HTML പാസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാണ് അത് യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുക. HTML പേജ് ടെംപ്ലേറ്റ് എന്നുള്ള ഫോൾഡറിന്റെ ഉള്ളിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒരു ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒരു വ്യൂ ഫ്രൂട്ട്സ് പറഞ്ഞ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് HTML ഫയൽ. അതായത് ഞാൻ പുതിയ ക്രിയേറ്റ് ചെയ്ത HTML ഫയൽ. അപ്പോൾ ഇനി ഈ HTML ഫയൽ വർക്ക് ആവണമെന്നുണ്ടല്ലേ എന്ത് ചെയ്യണം? അതിന് ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ ഞാൻ views.py ആയിട്ട് വന്നിട്ട് ഇവിടെ dev view ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിൽ ഒരു പാരാമീറ്റർ അല്ലെ ആർഗ്യുമെന്റ് പാസ് ചെയ്തു. പിന്നെ താഴത്ത് ഞാൻ റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് കോഴ്സിന്റെ ഉള്ളിൽ എന്താണോ HTML പേര് അത് അതേപോലെ തന്നെ പാസ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്തു? വ്യൂ ഫ്രൂട്ട്സ് എന്ന് പാസ് ചെയ്തു. അടുത്തത് എനിക്ക് ഈ വ്യൂ ഫ്രൂട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഒരു URL ക്രിയേറ്റ് ചെയ്യണം. ഈ URL ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ വന്നിട്ട് പാത്ത് കോഴ്സിന് വ്യൂ ഫ്രൂട്ട്സ് എന്ന് കൊടുത്തു, വ്യൂസ് ഡോട്ട് വ്യൂ ഫ്രൂട്ട്സ് അതിൽ കോമ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഈ വ്യൂ ഫ്രൂട്ട്സിനെ കോപ്പി ചെയ്തിട്ട് ഞാൻ ഈ പ്രൊജക്റ്റ് ആദ്യം റൺ ചെയ്യാണ്. റൺ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണുന്നില്ല. പേജ് നോട്ട് ഫൗണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത URL ഏതാ? വ്യൂ ഫ്രൂട്ട്സ് എന്നുള്ളത്. അപ്പൊ ഞാനത് ഇവിടെ വന്നിട്ട് സ്ലാഷ് ഇട്ട് വ്യൂ ഫ്രൂട്ട്സ് ക്ലിക്ക് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പൊ ഈ പേജ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ഈ പേജ് ആയിട്ട് കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ബോഡിയുടെ ഉള്ളിൽ ഒന്നും പാസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഈ വ്യൂ ഫ്രൂട്ട്സ് ഉള്ളതിൻ്റെ ഉള്ളിൽ ഒന്നും പാസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ബോഡിയുടെ ഉള്ളിലൂടെ വന്നിട്ട് ഞാൻ വെഹിക്കിൾ ഫ്രൂട്ട്സ് കൊടുത്താണ്. അത് മാറ്റി ഞാൻ വ്യൂ ഫ്രൂട്ട്സ് കൊടുത്തു. ഇവിടെ വന്നിട്ട് ഞാൻ ഒരു H1 ഞാൻ ഫ്രൂട്ട്സ് ലിസ്റ്റ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ പേജിലോട്ട് പോയിട്ട് ബ്രൗസർ പോയിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. എനിക്ക് എന്തായി? ആ HTML H1 അവിടെ കാണാൻ പറ്റി. ഓക്കെ, അടുത്ത തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജിഞ്ച ടെംപ്ലേറ്റിംഗ് ആണ് ഇനി ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്ന് ഫ്രൂട്ട്സ് ഉള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഫ്രൂട്ട് ഈക്വൽ ടു ഞാനിവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഡിക്ഷണറി ഫോർമാറ്റ് ആയിട്ടാണ് വാല്യൂസ് പാസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റത്തെ കീ എന്ത് കൊടുത്തു? നെയിം, അതായത് ഫ്രൂട്ട്സിന്റെ നെയിം ഞാനിവിടെ ആപ്പിൾ എന്ന് കൊടുത്തു. രണ്ടാമത് അതിന്റെ അടുത്ത കീ ആയിട്ട് ഞാൻ കളർ എന്ന് കൊടുത്തു. അതിന്റെ വാല്യൂ ഞാൻ ഗ്രീൻ എന്ന് കൊടുത്തു, ഗ്രീൻ ആപ്പിൾ. വീണ്ടും ഞാൻ അടുത്തത് ഇവിടെ വന്ന നെയിം ഓറഞ്ച് എന്ന് ക്രിയേറ്റ് ചെയ്തു, കളർ ഓറഞ്ച്. ഇത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കൺട്രോൾ ഡി എന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയിക്കോളും, ലൈന് റിപ്പീറ്റ് ആയിക്കോളും. ഓറഞ്ച് ആപ്പിൾ. ഞാനിവിടെ ബനാന എന്ന് കൊടുത്തു. ഇപ്പോ ഞാൻ ഈ ഫ്രൂട്ട് എന്നുള്ള ലിസ്റ്റിന്റെ ഉള്ളിലോട്ട് ഒരു കീ വാല്യൂ പറയായിട്ട് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിക്ഷണറിയെ ഇവിടെ കീ വാല്യൂ ആയിട്ട് ഞാൻ പാസ് ചെയ്തു. ഞാനിവിടെ
ഫ്രൂട്ട്സ് എന്ന് കൊടുത്തു, കോളൻ ഫുഡ്. അതായത് ഈ വേരിയബിളിനെ ഞാൻ ഈ കീയിലോട്ട് എടുത്തു വെച്ചു. അപ്പൊ ഈ ഫ്രൂട്ട്സ് പറഞ്ഞ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഈ ഫ്രൂട്ട്സ് എന്ന ലിസ്റ്റിലുള്ള ഫ്രൂട്ട് എന്ന ലിസ്റ്റിലുള്ള വാല്യൂസ് ആണ്. ഞാൻ ഇത് നേരെ കോപ്പി ചെയ്തു. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HTML പേജിലോട്ട് ഡയറക്റ്റ് പോയിക്കോളും. ഇവിടെ വന്ന് ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ടേബിൾ, അതിനുള്ളിൽ ഒരു ടേബിൾ റോ ക്രിയേറ്റ് ചെയ്തു. ഒരു ടി എച്ചിന് ഞാൻ നെയിം എന്ന് കൊടുത്തു. നെയിം എന്ന് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ ഒപ്പം തന്നെ ഞാൻ കളർ എന്ന് മോഡിൽ കൊടുത്തു. അപ്പൊ നമുക്ക് ഹെഡിങ് ക്രിയേറ്റ് ആയിട്ടാണ്. ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു ടേബിൾ അടുത്ത റോ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ഡി എന്ന് കൊടുത്തു. ഇവിടെ നിൽക്കട്ടെ, ഇവിടെ വാല്യൂ വേണ്ട, ഇവിടെ വാല്യൂ ആണ്. ഇവിടെ ഞാൻ ഡി എന്ന് കൊടുത്തു. ഇനി എനിക്ക് വേണ്ടത്, ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ കീനെ ഞാൻ ഈ പേജിലോട്ട് ഇവിടെ കോൾ ചെയ്യും. അത് ഓരോ റോ ആയിട്ടാണ് ക്രിയേറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ ഒരു TR ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു നെയിം കളർ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ബോർഡർ കൂടി കൊടുക്കാം. ടേബിൾ ഈക്വൽ ടു 1 എന്ന് കൊടുക്കും. കണ്ടോ, ഇതിന്റെ ഇടയിൽ ഒരു TR ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓരോ വാല്യൂസിനനുസരിച്ച്, അതായത് ഇപ്പോൾ ഓരോ ആപ്പിൾ വെച്ചാൽ ആപ്പിൾ ഇവിടെ വരണം, കളർ ഇവിടെ വരണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ പേജിൽ ഈ TRന്റെ മോൾ കേളിബ്രേസ് പെർസെൻറ്റേജ്, ഇത് ജിഞ്ച ഫോർമാറ്റ് ആണ്. ഫോർ ഐ ഇൻ, ഞാൻ എന്താണ് കോപ്പി ചെയ്ത കീന്റെ പേര് അവിടെ കൊടുത്തു. ഇതിന്റെ നേരെ താഴത്ത് ഞാൻ എന്ത് ചെയ്യണം, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണം. അത് ഞാൻ എൻഡ് ഫോർ ക്രിയേറ്റ് ചെയ്യും. ഇനി ഇവിടെ ഞാൻ കോൾ ചെയ്യേണ്ടത് എന്താണോ, ഞാൻ ഫോർ ഐ എന്നാണ് കൊടുത്തത്. അപ്പോൾ ഐ ഡോട്ട് ഞാൻ ഇവിടെ എന്താ കൊടുത്തത്, നെയിം എന്നുള്ളത്. ഐ ഡോട്ട് നെയിം എന്ന് കോപ്പി ചെയ്തു. ഞാൻ ഇവിടെ വന്ന് ഐ ഡോട്ട് നെയിം. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഞാൻ അവിടെ എടുത്തു വെച്ച ഡിക്ഷണറികളിലെ എല്ലാ നെയിമും എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ വീണ്ടും ഐ ഡോട്ട് കളർ എന്ന് കൊടുത്തു. ഐ ഡോട്ട് കളർ. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. എനിക്ക് അതിലുള്ള കളേഴ്സ് ഫുള്ള് കിട്ടി. ഇതാണ് ജിഞ്ച ടെംപ്ലേറ്റിലുള്ള ഒരു മെത്തേഡ്. ഇനി ഞാനൊരു വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്തു, നെയിംസ് എന്ന് കൊടുത്തു. നെയിംസ് ഈക്വൽ ടു, ഞാനിവിടെ കോഹ്ലി എന്ന് കൊടുത്തു, അല്ലേ, കോഹ്ലി എന്ന് കൊടുത്തു. ഇനി ഞാൻ ഈ നെയിമിനെ ഇവിടെ ഞാൻ ഡയറക്റ്റ് കോൾ ചെയ്യാണ്. കീ നെയിംസ്. ഈ നെയിമിനെ ഇവിടെ വന്നിട്ട് ഈ ഫ്രൂട്ട്സിന്റെ അടിയിൽ ഒരു H3 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, ടാഗ് കൊടുക്കാം. ഞാൻ വെൽക്കം നെയിംസ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. കണ്ടോ, ഇതും ഒരു ഫോർമാറ്റ് ആണ്. കോൾ ചെയ്യുന്നതിനുള്ള ഒരു ഫോർമാറ്റ് ആണ്. ഒന്ന് ഫോർ ലൂപ്പ് എടുത്തു കൊടുത്തു, ഒന്ന് ഇതും കൊടുത്തു. ഇനി ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ഒരു സാധനം കൂടി കൊടുക്കുന്നത്, പ്രൈസ് എന്ന് കൊടുക്കുന്നുണ്ട്. പ്രൈസ് കോളൻ ഞാൻ ഒരു 200 എന്ന് കൊടുത്തു. വീണ്ടും ഇവിടെ വന്ന് ഒരു കോമ ഇട്ടിട്ടില്ല, 100 എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ 300 എന്ന് കൊടുത്തു. നമുക്ക് ഇതിലോട്ട് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ഫോർ ഐ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒപ്പം തന്നെ ഒരു കണ്ടീഷൻ, ഈഫ് ഐ ഡോട്ട് പ്രൈസ് ലെസ് ദാൻ 200. ഇത് ഞാൻ ഇവിടെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ നേരെ താഴെ തന്നെ എൻഡ് ഈഫ്. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഇപ്പൊ എനിക്ക് ഇവിടെ കാണുന്ന 3 കാണുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കാണുന്ന ഓറഞ്ച് മാത്രമേ ഉള്ളൂ. കാരണം എന്താ, ഇവിടെ കണ്ടീഷൻ നോക്കിയാൽ പ്രൈസ് ലെസ് ദാൻ 200. അപ്പൊ എന്താ വരിക, 200 താഴെ ഓറഞ്ച് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഗ്രേറ്റർ ദാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക
ബനാന എൽ. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് കോൾ ചെയ്യാൻ പറ്റുക. ഇവിടെ വന്ന് ഞാൻ പ്രൈസ് എന്ന് കൊടുത്തു. ഇവിടെ ഐ ഡോട്ട് എന്താണ് വാല്യൂന്റെ പേര് പ്രൈസ്. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിന്റെ ജിഞ്ച ഫോർമാറ്റ് മെത്തേഡ് വരിക. നമുക്കൊരു വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും, അതാണ് ഇവിടെ കണ്ടത്. നമുക്ക് കണ്ടീഷൻ വെച്ച് ചെക്ക് വെക്കാൻ പറ്റും, ഈഫ് വെച്ചിട്ട്, അതാണ് ഇവിടെ കണ്ടത്. നമുക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ടും കോൾ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ജിഞ്ച ടെംപ്ലേറ്റിൽ വരുന്നത്.